എന്താണ് പേര്? രജില. രജിന. രജില. രജിത. രജിത എവിടുന്ന് വരുന്നു? പാലക്കാട്. അന്ന് ഞാൻ പാലക്കാട്. ഓക്കെ. ഇതമ്മ. ഇവരുടെ കൂടെ വന്നവരൊന്ന് എഴുന്നേറ്റേ. എന്തായിരുന്നു അമ്മ എന്ന് പറഞ്ഞേ? നിങ്ങളാണോ ഇവിടെ കൊണ്ടുവരുന്നത് ആദ്യം? ഞാനാണ് കൊണ്ടുവന്നത്. ആലുവയിലാണ് ഞങ്ങൾ ആദ്യം വന്നത്. ആലുവയിലാണ് ആദ്യം വന്നത്. ആലുവയിൽ ഒന്നുകൂടെ പോകണം തോന്നുന്നു. എല്ലാ വീടുകളിലും ആരംഭം അവിടെ നടക്കുന്നുണ്ട്. ആലുവയിലാണ് വന്നത്. എനിക്കിതേക്കുറിച്ച് അറിയില്ലായിരുന്നു. എൻ്റെ ഇളയ മരുമകനാണ് പറഞ്ഞത്. എന്താ അറിയത്തില്ലായിരുന്നു? ഇങ്ങനെ ഇതിനെപ്പറ്റി എനിക്കറിയില്ലായിരുന്നു. ഇങ്ങനത്തെ ഒരു സഭയെ പറ്റി എനിക്കറിയില്ലായിരുന്നു. ഞങ്ങൾ കത്തോലിക്കരാണ്, അങ്ങനെ അറിയില്ല. അപ്പം എൻ്റെ ഇളയ മരുമകൻ വഴി പറഞ്ഞ് അങ്കമാലിയിലുള്ള ജോൺസ് ചേട്ടനോടാണ് ചോദിച്ചത്. അപ്പോൾ ജോൺസ് ചേട്ടൻ പറഞ്ഞ് ധൈര്യപ്പെട്ട് കൊണ്ടുവന്നോ. ഇളയ മരുമകനോട് പറഞ്ഞ് ഞങ്ങൾ ആലുവയിൽ വന്ന് അവിടെ വരുമ്പോൾ ഇവള് അവിടെ കിടന്ന് കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി. എന്തിനാണ് നിങ്ങൾ ആലുവയിൽ വിളി കൊണ്ടുവന്നേ? ആലുവയിൽ വന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവൾക്ക് ഈ മാനസികം പോലെയൊക്കെ ഇവള് കാണിക്കുന്നുണ്ട്. ഇവള് എന്തെങ്കിലും കണ്ടാൽ എന്നെ ചീത്ത പറയും. ഭർത്താവിനെ മണ്ണെണ്ണ ഒഴിച്ച് കത്തിക്കാൻ പോയി. മോനാണ് കണ്ടത്. ഇതൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പം മാസങ്ങളായി. പാലക്കാട് വെച്ചാണ് സംഭവം. ഞാൻ ഇടയ്ക്ക് ചെല്ലുമ്പോൾ ഇവള് പറയും, എന്തിനാ തള്ളയെ നിങ്ങളിവിടെ വന്നത്? ഞാൻ ഇന്നും മരിക്കാൻ പോയാണ്, പിന്നെ എന്തിനാ നിങ്ങൾ ഇവിടേക്ക് വന്നത്? എനിക്ക് തോന്നുന്നു ഇവൾക്ക് എന്ത് വല്ല മാനസിക രോഗമാണോ, ഇവൾക്ക് എന്താണെന്ന് ചോദിക്കും. ഇവളുടെ ഭർത്താവിനോട് ഞാൻ ചോദിക്കും. സംസാരിച്ചു തുടങ്ങിയത് 2 വർഷത്തോളമായിട്ടുണ്ട് ഇവളിങ്ങനെ തുടങ്ങിയിട്ട്. 2 വർഷത്തോളം ഇവൾക്ക് മാറ്റങ്ങളുണ്ടായി. ഈ 2 വർഷത്തോളം ഇങ്ങനത്തെ വിഷയങ്ങളുണ്ടായി. വ്യത്യാസങ്ങൾ വന്നു. സ്വഭാവത്തിന് വ്യത്യാസം വരും. അങ്ങനെ എപ്പോഴും ഭർത്താവിനെ ഇവൾക്ക് ഇഷ്ടമല്ല. പാവമാണ് ഭർത്താവ്. എങ്കിലും അവനെ എപ്പോഴും ആക്രമിക്കും, ഉപദ്രവിക്കും. എങ്കിലും അവനത് ജോലി ആലുക്കാസ് ജ്വല്ലറിയിലായിരുന്നു. ഇപ്പം കുറച്ച് നാളായിട്ട് ഇവക്കടി അസ്വസ്ഥതയൊക്കെ കാരണം ജോലിയിൽ നിന്ന് പോകുന്നു. ഇപ്പോൾ ഓട്ടോറിക്ഷ ഓടിക്കാണ്. അവർ വിളിക്കണുണ്ട് ജോലിക്ക്, പോകാത്തത്. ഇവളിങ്ങനെ ഇന്ന് വന്നിട്ടില്ല. ഇന്ന് പാലക്കാടേക്ക് 2 ദിവസമായിട്ടുള്ള പോയിട്ട്. അങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടൊക്കെ. എൻ്റെ കൊടുങ്ങല്ലൂരാണ്. എനിക്ക് 2 പെൺമക്കള് പാലക്കാടേക്ക്. 2 പെൺമക്കളാണ് എനിക്കുള്ളത്. മൂത്ത മകള് പാലക്കാട് 9 വർഷമായി കല്യാണം കഴിച്ചു കൊടുത്തിട്ട് സുഖ ജീവിതമൊക്കെ ആയിരുന്നു. ഇവരുടെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. ഈ 2 വർഷമായിട്ട് ഇവർ ഇങ്ങനെ ബുദ്ധിമുട്ടിലാണ് കഴിയണത്. ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ 9 വർഷം കഴിഞ്ഞു. 7 വർഷം കുഴപ്പമൊന്നുമില്ല. 2 വർഷം ഇങ്ങനെയായി. അപ്പം ആ മരുമകൻ്റെ അമ്മ വയ്യാണ്ട് കിടന്നാണ് അമ്മ മരിച്ചത്. അമ്മയ്ക്ക് എന്തോ അസ്വസ്ഥതകൾ അമ്മയിലും. അമ്മ നല്ല സുന്ദരിയായ ഒരമ്മയായിരുന്നു. ആ അമ്മ മരിച്ചത് പുഴുവന്ന്. പക്ഷേ എങ്കിലും ഇതിനെക്കുറിച്ചൊന്നും നമുക്കറിയില്ലായിരുന്നു. ഇവരുടെ വീട്ടിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടോയെന്ന് അറിയില്ലായിരുന്നു. പുഴുവന്ന് അമ്മ അസ്ഥിരൂപമായി ഒരു ജീവനുണ്ടെന്ന് പറയും. കൊല്ലങ്ങളോളം അമ്മ കിടന്ന്. അമ്മ മരിച്ചതിന് ശേഷമാണ് ഇവൾക്ക് ഈ മാറ്റം കണ്ടു തുടങ്ങിയത്. ഇങ്ങനെ കണ്ട് പിന്നെ 2 വർഷമായി. അമ്മ മരിച്ചതിന് ശേഷമാണ് പെട്ടെന്ന് സ്വഭാവങ്ങൾ മാറും. ദേഷ്യപ്പെടും. പിള്ളേരെ അതിക്രമങ്ങളൊക്കെ ചെയ്യും. സാധാരണ പിച്ചല്ല, പിച്ച് ചോര വരുത്തും. പിന്നെ അതിനെയും ഇതുപോലെ ഞാൻ വിളിക്കും, അടുത്തേക്ക് വിളിച്ചിട്ട് ഉപദ്രവിക്കും. ചോര കാണണം, അങ്ങനെയാണ് എൻ്റെ ഇഷ്ടം. ചെറിയ കൊച്ചിനെ കാണിക്കും. അങ്ങനെ തന്നെ ഇങ്ങനെ ആയിട്ടാണ് ഇങ്ങനെ. ഇപ്പം ഇതുവഴി ആലുവയിൽ ഞങ്ങൾ കൊണ്ടുവന്നതാണ്. ആലുവയിൽ വന്നതിന് ശേഷമാണ്. എന്തിനാ പിച്ചി? അറിയില്ല. മോനെ പിച്ചൊന്നും ഓർമ്മയില്ല. മോളെ പിച്ചുന്നതും പറഞ്ഞുകൊണ്ടല്ലെന്ന് ഉറപ്പാ. ഇപ്പൊ പിച്ചാറുണ്ടോ? ഇവിടെ വന്നതിന് ശേഷം പിച്ചാറുണ്ടോ? ഇല്ല. ഓക്കെ. എന്തൊക്കെയായിരുന്നു ഈ 2 വർഷം? ഭർത്താവിൻ്റെ അമ്മ, നമ്മുടെ അമ്മ തന്നെ, അമ്മ മരിക്കുന്ന സമയത്ത്, ആ മരിച്ചതിന് ശേഷമാണ് ഈ വ്യത്യാസങ്ങളൊക്കെ ആണെന്ന് പറയുന്നത്. അതുവരെ അപ്പൊ എന്തെങ്കിലും ഒരു ഇൻസിഡന്റ് ഓർമ്മയുണ്ടോ പെട്ടെന്ന്? അതായത് എനിക്ക് എൻ്റെ ഭർത്താവിനെ കൊല്ലണം. അത് എന്ന് പോലെ തുടങ്ങി ആ തോന്നല്? അത് എനിക്കിപ്പോ 2 വർഷമായിട്ട് അങ്ങനെ തന്നെയായിരുന്നു. കാരണമൊന്നും എനിക്കറിയില്ല, എനിക്ക് അങ്ങനെ തോന്നും, കൊല്ലണം. അപ്പൊ ഭർത്താവിനെ നമ്മൾ ഏത് രൂപത്തിലാണ് കാണുന്നത്? ആക്ച്വലി സാധാരണ രൂപത്തിലാണ്. പക്ഷെ നമുക്ക് ദേഷ്യം വരും, ഭർത്താവിനെ കൊല്ലണം. ഓക്കെ, ഇത് ഭർത്താവ് പറഞ്ഞോ ഭർത്താവിനെ കൊല്ലണം എന്നല്ല? അവനതറിയില്ല കൊല്ലണം എന്ന് ഇവള് പറയണതേ. അവൻ വിചാരിക്കണ ഇവൾക്കൊരു തമാശ പോലെയാണ്. അവൻ രാത്രിയിലും അവൻ ഉറക്കൂല.
രാത്രിയിൽ അവൻ ഉറക്കൂല, ഇവള് പിച്ചലും മാന്തലും അടിക്കലും. എന്തൊക്കെ ചെയ്യുമായിരുന്നു ഭർത്താവിനെ? പിച്ചും മാന്തും ചരവയും കൊണ്ടൊക്കെ എന്തെങ്കിലുമൊക്കെ കത്തി എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഉപദ്രവങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമായിരുന്നു. ഇദ്ദേഹത്തെ ഉറക്കത്തില്ല. ഒരു ദിവസം രാത്രി മണ്ണെണ്ണ ഒഴിച്ചു കത്തിക്കാൻ. അപ്പൊ ഇവനാണ് കണ്ടത്. ഫുള്ള് മണ്ണെണ്ണ ഒഴിച്ചു. എത്ര മണിക്ക്? ഒരു മണി 1:30 ആയിട്ടുണ്ടാവും. അദ്ദേഹം ഉറങ്ങായിരുന്നു. അപ്പൊ നിങ്ങളോട് ആരെങ്കിലും ഇങ്ങനെ പറയുകയാണോ ഇങ്ങനെ മണ്ണെണ്ണ ഒഴിക്കാൻ? അപ്പൊ നിങ്ങൾ മണ്ണെണ്ണ കൊണ്ടേ ഒഴിച്ചു. അദ്ദേഹം ബെഡ് കിടക്കുകയായിരുന്നു. എന്നിട്ട് തീപ്പെട്ടി എടുത്തു. അപ്പൊ ഇവൻ എണീറ്റു. ചെയ്യാൻ പറ്റില്ല. ലാമ്പെടുത്ത് കത്തിച്ച് ഇവള് കത്തിച്ച് അപ്പൊ ഇവൻ കണ്ണു തുറന്നു. ഇവൻ ഉറങ്ങിയായിരുന്നു. പെട്ടെന്ന് ഇവന് എണീറ്റു. എന്താ മോൻ കണ്ടത്? അപ്പൊ മോനെ എങ്ങനെയാ ഉണർന്നേ? പിള്ള മനസ്സിൽ കള്ളമില്ല. ചെറിയ കൊച്ചിനെ ആരോ തട്ടി ഉണർത്തി. ഹേയ്, മോന് ആ സമയത്ത് ആരോ തട്ടി ഉണർത്തുന്നത് പോലെ തോന്നി. അങ്ങനെ ഉണർന്നു. മോൻ ഉണർന്നപ്പോ എന്താ കാണുന്നത്? എന്താ പേര് മോന്റെ? അഡോണിന് ആ സമയത്ത് എന്താ തോന്നിയേ? അപ്പൊ എന്താ കണ്ടത്? അപ്പൊ മോൻ എന്ത് ചെയ്തു? പപ്പേനെ വിളിച്ച്. അപ്പോഴോ? അപ്പൊ പപ്പ എനിക്ക് അപ്പൊ അടുത്തപ്പോ കൈ പിടിച്ചിട്ട് ലൈറ്റർ അങ്ങോട്ട് നീക്കി. പപ്പ ഉറങ്ങിയിരുന്നു. അപ്പൊ ഇവൻ പപ്പയെ പറഞ്ഞ് വിളിച്ചപ്പോ ആളെ എണീറ്റപ്പം പിന്നെ വേഗം ലൈറ്റർ എൻ്റെ നിന്ന് വാങ്ങിച്ചിട്ട് ലൈറ്റർ മാറ്റി പിടിച്ചു. അതാണ് പറഞ്ഞത്. അപ്പോൾ നിങ്ങൾക്ക് അറിയുന്നില്ലായിരുന്നു ഇത്രയും വലിയൊരു കാര്യമാണ് നിങ്ങൾ ചെയ്യുന്നത്, ദ്രോഹമാണ് ചെയ്യുന്നത്? നിങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു? ദേഷ്യം വരും, എല്ലാവരോടും വെറുപ്പ് വരും, കൊച്ചുങ്ങളെ ഉപദ്രവിക്കും, ഭർത്താവിനെ സ്ഥിരമായിട്ട് ഉപദ്രവിക്കും. പിന്നെന്തൊക്കെ ചെയ്യുമായിരുന്നു? ഞാൻ തന്നെ മണ്ണെണ്ണ ഒഴിച്ചു. സ്വയം തന്നെ മണ്ണെണ്ണ ഒഴിച്ചു. അപ്പോൾ ബാത്റൂമിൽ കയറി വാതിലടച്ചിട്ടാണ് ഒഴിച്ചത് സ്വന്തം. എന്നിട്ട് പിന്നെ ഞങ്ങൾ വാതിൽ പിടിച്ച് തുറന്ന് അകത്ത് കയറിയപ്പോൾ മണ്ണെണ്ണ ഒഴിച്ച് തീപ്പെട്ടി പിടിച്ചുകൊണ്ട് നിൽക്കുകയാണ് ഇങ്ങനെ. അതിന് ശേഷമൊക്കെയാണ് ഞങ്ങൾ ആലുവയിലേക്ക് വന്നത്. ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയി. ജൂബിലിയിൽ, തൃശ്ശൂർ മിഷൻ ജൂബിലി ആശുപത്രിയിൽ ഞങ്ങൾ കൊണ്ടുപോയി. ഇവിടെ 1.5 വർഷമായി ഇപ്പോൾ അവൾക്ക് മരുന്ന് കൊടുത്ത്. അപ്പോൾ ഡോക്ടർ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ പറഞ്ഞ് നിങ്ങൾക്ക് ഇതിന് അസുഖങ്ങളൊന്നും ഇല്ല, ഒന്നും കാണുന്നില്ല, അസുഖമൊന്നും ഇല്ല എന്ന് പറഞ്ഞ്. പിന്നെ ഇവിടെ ഇങ്ങനെയല്ലേ കാണിക്കണത്. 1.5 വർഷം ട്രീറ്റ്മെന്റ് ആണ്, മരുന്നും കൊടുത്തു. നാട്ടിൽ ആർക്കെങ്കിലും അറിയോ അങ്ങനെ ഒരു അസുഖമുള്ള കാര്യം? പാലക്കാട് ആൾക്കാർക്ക് അറിയും. ഇവിടെ വീണിട്ട് ഇങ്ങനെ കിടന്നിട്ട് വീഴുമായിരുന്നു. അതായത് ഞാൻ ഇങ്ങനെ നിൽക്കുമ്പോൾ എന്നെ ആരോ വന്ന് തള്ളും. അങ്ങനെ ഞാൻ വീഴും. കുറച്ച് നേരത്തേക്ക് എനിക്ക് ഓർമ്മയുണ്ടാവില്ല. വീഴും. പരിക്കുകൾ എന്ന് വെച്ചാൽ ബ്ലഡൊന്നും വരില്ല. കൈ എവിടെയെങ്കിലും ചതവോ ഞരമ്പ് ഉളുക്കോ അങ്ങനെയൊക്കെ വരും. ആരോ ഒന്ന് തള്ളിയിടുന്നുണ്ട്. കഴുത്തില് ആരോ പിടിക്കണ പോലെ അങ്ങനെയൊക്കെ ഒരു ബുദ്ധിമുട്ടായിരുന്നു. കൊടുങ്ങല്ലൂർ ആർക്കെങ്കിലും അറിയോ? അങ്ങനെ കൊടുങ്ങല്ലൂർ അറിയും, എല്ലാവർക്കും അറിയാം. എൻ്റെ സഹോദരങ്ങളോടൊക്കെ ഞാൻ പറഞ്ഞ്. ഇപ്പൊ ഞാൻ നാട്ടുകാർക്കൊന്നും അറിയത്തില്ല. നാട്ടുകാർക്കും അറിയാം. കൊടുങ്ങല്ലൂർ ഇവിടെ വന്നപ്പോ എന്താ സംഭവിച്ചേ? ആലുവയിൽ വന്നപ്പോ എന്തെങ്കിലും തോന്നിയായിരുന്നോ? ആലുവയിൽ വന്നപ്പോൾ ആദ്യമൊക്കെ എനിക്ക് ഒരു ഇതും അങ്ങനെ തോന്നിയില്ല. പിന്നെ അങ്ങോട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര അസ്വസ്ഥത. വീട്ടിലേക്ക് തന്നെ പോകണം. അപ്പം ഞാൻ അമ്മച്ചിയുടെ അടുത്ത് പറഞ്ഞു, നമുക്ക് പോവാ ഇരിക്കണ്ട എന്ന് പറഞ്ഞു. ബ്രദർ കയറി വന്നപ്പോഴേ, ആലുവയിൽ കയറി വന്നപ്പോൾ പാട്ടൊന്നും കേട്ടിട്ടൊന്നും മനക്കുണ്ടായില്ല. ബ്രദറിനെ കണ്ടപ്പോൾ ഇവള് പറഞ്ഞു, എനിക്ക് ആ വരണ മനുഷ്യനെ പേടിയാ, എനിക്ക് നമുക്ക് പോകാം. ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് ബ്രദറിനെ. ഇതുവരെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല. ആലുവയിൽ വെച്ചിട്ടാണ് ആദ്യമായിട്ട് കണ്ടത്. സ്റ്റേജിലേക്ക് ബ്രദർ വന്നപ്പോൾ ഞാൻ പറഞ്ഞു, അയ്യോ എനിക്ക് വീട്ടിൽ പോകണം, എനിക്ക് ആ മനുഷ്യനെ കണ്ടിട്ട് പേടിയാണ്. ആ മനുഷ്യനെ എനിക്ക് പേടിയാ, പോകാം എന്ന് പറഞ്ഞു. പോകാം എന്നെ എന്തിനാ ഇവിടെ കൊണ്ടുവന്നത്? അപ്പം ഞങ്ങൾ വന്നത് ഇപ്പോൾ ഇവിടെ എറണാകുളം ലിസി ആശുപത്രിയിൽ കൊണ്ടുപോകണമെന്നും പറഞ്ഞാണ് കൊടുങ്ങല്ലൂരിൽ നിന്ന് കൊണ്ടുവന്നത്. അപ്പോൾ എന്താണ് ഇവിടേക്ക് കയറണം? ഞാൻ പറഞ്ഞു, ഇവിടെയാണ് ഡോക്ടർമാർ താമസിക്കണത്, നമ്മൾക്ക് ആദ്യം ഡോക്ടറെ കണ്ടിട്ട് പോകാം എന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ ആലുവയ്ക്ക് കയറിയത്. അത് കഴിഞ്ഞ് അവിടെ പാട്ടൊക്കെ ഒന്നും കേട്ടിട്ടൊന്നും അനക്കൊണ്ടൊന്നും തോന്നിയില്ല. ബ്രദർ ഇങ്ങനെ കയറി വന്നാണ്ടപ്പോൾ ഇവള് പറഞ്ഞ്, എനിക്ക് പോകാം, എനിക്ക് ആ മനുഷ്യനെ പേടിയാ എന്ന് പറഞ്ഞ് തല കുമ്പിട്ടിരുന്നു. പിന്നത്തെ ആഴ്ച എറണാകുളത്ത് വന്നപ്പോൾ ഇവിടെ വെച്ച് പ്രാർത്ഥിച്ച്
അതിന് ശേഷം ഇപ്പം നല്ല ഇഷ്ടമാണ്. ഇപ്പോൾ ബെന്നി എന്നാണ് ഭർത്താവിൻ്റെ പേര്. ഇപ്പോൾ ബെന്നിച്ചേട്ടാന്ന് വിളിച്ചാൽ 10 ബെന്നിച്ചേട്ടനാണ്, മറ്റത് തെറിയാണ് പറയണത്. കഴിഞ്ഞ ഞായറാഴ്ച ഞങ്ങൾ തൃശ്ശൂർ വന്നപ്പോൾ ബ്രദർ ഒരു കുപ്പി വെള്ളം പ്രാർത്ഥിച്ച് അവൻ്റെ കൈ കൊടുത്തിട്ട് പറഞ്ഞ് ആദ്യം വെള്ളം പോട്ടെ പാലക്കാടേക്ക് എന്ന് പറഞ്ഞ് ആ വെള്ളവും കൊണ്ട് അവൻ പോയി അവിടെ ചെന്നപ്പോൾ ഇവരുടെ വീട്ടിൽ 4 വീട്ടുകാർ വാടകയ്ക്ക് താമസിക്കുന്നുണ്ട്, മുകളിലും താഴ്ത്തുമായിട്ട്. പാലക്കാട് ഇപ്പോൾ വെള്ളമില്ല, കിണറൊക്കെ വറ്റി. അങ്ങനെ ഒരു ബോർവില്ല് താത്താൻ ആളെ കൊണ്ടുവന്ന് അവൻ വെള്ളത്തിന് താത്തിച്ചിട്ട് 40 അടി താത്തിയപ്പോൾ വീണ്ടും പാറ പൊട്ടിച്ച് താത്തിയിട്ട് 65 അടി താത്തിയിട്ടും വെള്ളമില്ല. അപ്പോൾ തമിഴന്മാരാണ് ഇത് പണിക്കായിട്ട് വന്നവർ. അവർ പറഞ്ഞ് ബെന്നിയണ്ണ വെള്ളം കിട്ടൂല എന്നാണ് തോന്നണത്. അപ്പോൾ ബെന്നി അകത്ത് പോയി ബ്രദർ കൊടുത്ത വെള്ളം പ്രാർത്ഥിച്ച വെള്ളം കൊണ്ടുവന്ന് ഇതിനകത്തേക്ക് ഒഴിച്ച് 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ വെള്ളത്തിൻ്റെ പ്രളയമാണ്. Wonderful is indeed. Amazing. ബോർവെല്ലില് വെള്ളമില്ല, വെള്ളം വരില്ല എന്ന് പണിക്കാർ പറഞ്ഞിട്ട് ഈ വെള്ളം കൊണ്ട് ഞങ്ങൾ ബ്രദർ കൊടുത്ത് പ്രാർത്ഥിച്ച് കൊടുത്ത് വെള്ളം ഒഴിച്ച് 5 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും വെള്ളം പൊന്തി. ഇപ്പം വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. യേശു ജീവിക്കുന്നു. നിങ്ങളൊക്കെ വന്നേ, ഇവരെ കൂടെ വന്നവർക്ക് വന്നേ. ഇതൊരു പൈശാചികമാണെന്ന് അറിയുമായിരുന്നു? അത് എനിക്ക് ആദ്യമേ അറിയാമായിരുന്നു. ഇവരോട് പറഞ്ഞായിരുന്നോ ഇത് വേറെ എവിടെയും പോയിട്ട് കാര്യമില്ല? അത് ഞാൻ അല്ല, അമ്മച്ചി തന്നെ അത് നേരിട്ട് പറയും. എന്നോട് പറയുമായിരുന്നു ഇതിനൊരു പൈശാചിക പീഡയാണ്, എൻ്റെ ചെറുപ്പത്തിൽ ഞാനിത് കണ്ടിട്ടുണ്ടെന്ന് പറയുമെങ്കിലും ഞാനത് വിശ്വസിച്ചിരുന്നില്ല. അങ്ങനത്തെ ഒരു വിശ്വാസം എനിക്ക് വന്നില്ല. അങ്ങനെ അപ്പോൾ പിന്നെ ഞാൻ അങ്ങോട്ട് പറഞ്ഞ് മോനെ നമുക്ക് എവിടെയെങ്കിലും ഇവിടെ കൊണ്ടുപോകണം. ഈ മകൻ വേഗം ജോൺസേട്ടനെ വിളിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞപ്പോൾ നിങ്ങൾ ആലുവയിൽ ഇങ്ങനെ മനു ബ്രദറിൻ്റെ ഭയങ്കര ശക്തമായിട്ടുള്ള ഇത് നടക്കുന്നുണ്ട്, അവിടേക്ക് നിങ്ങൾ വാന്ന് പറഞ്ഞു. ഞങ്ങൾ അങ്ങനെയാണ് അവിടേക്ക് വന്നത്. ഞങ്ങൾക്ക് എല്ലാവർക്കും പേടിയായിരുന്നു, ഇവിടെ ഇങ്ങനെ ആയിപ്പോയല്ലേ, എന്താ എവിടെ കൊണ്ടുവച്ച് മാറും, എവിടെ കൊണ്ടുപോകണം, ഇവിടെ ജോബിലേക്ക് കൊണ്ടുപോകണം, എല്ലാം പറയാതെ കൊണ്ടുപോകണത്, കാറി കയറ്റി വലിച്ചു കൊണ്ടുപോകണത്. അവിടെ നിന്നാണ് ഇപ്പം ഇത് വരില്ല, അപ്പം അടഞ്ഞിട്ട് എന്തെങ്കിലും അവളെ ഇടിക്കലും ചവിട്ടലും ഒക്കെ ചെയ്യണത്. അങ്ങനെയാണ് ഇപ്പം ഞങ്ങൾക്ക് എങ്ങനെ നന്ദി പറയണമെന്ന് പറയാൻ പറ്റണില്ല, അത്രയും. എന്താ ഇവരോട് പറയാനുള്ളത്? യേശു എൻ്റെ ജീവിതത്തിൽ ഇത്രയും വലിയ അനുഗ്രഹം എനിക്ക് തന്നതിനെ ഓർത്തുകൊണ്ട് ഞാൻ യേശുവിനെ നന്ദി പറയുന്നു, യേശുവിനെ സ്തുതിക്കുന്നു. God bless you.